ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലബാറുകാരുടെ സ്വന്തം കായ്പോള റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് 4 മണി പലഹാരത്തിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് മുന്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉണക്കമുന്തിരിയാണ് ചേർത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഞാൻ ഒരു തട്ടിക്കോട്ട് കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ ഇട്ട് വെറുതെ ഒരു കായ്പോള അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, തട്ടിക്കോട്ടാണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പഴം കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉടഞ്ഞു പോവരുത് കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ പഞ്ചസാരയും കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പഴം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടിയൊക്കെ ഇടാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ തട്ടിക്കൂട്ടാണെന്ന്. അപ്പോൾ അതോ അല്ലെങ്കിൽ നമ്മൾ പാലല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കലക്കിക്കാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഒന്നും ഓവറാവാൻ പാടില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതൊന്ന് ഞാൻ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ആദ്യം ഒരു അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയും. അതുകൊണ്ട് ഒരു അടുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കനമുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഈ പാനിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലായിടത്തേക്കും ഒന്നാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ഇതുപോലെയുള്ള പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. നമ്മുടെ കായ്പോള ഒരു അരമണിക്കൂർ കൊണ്ട് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പഴം എന്തോ എല്ലായിടത്തേക്കും ഒന്നാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല മുന്തിരിയും, അത് ഇതിന് മേലേക്കിട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു ടൂത്ത് പിക്കായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഉമ്മ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ, കറുത്ത മുന്തിരി ഇങ്ങനെ കാണുമ്പോൾ. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടും കേട് വന്നിട്ടൊന്നുമില്ല. കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.